രാധേ രാധേ. നമ്മൾ ദേവിയെ ഉപാസിക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഓരോ ദേവിക്കും ഓരോ ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ അവർക്ക് ശക്തി വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരെ ഉപാസിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദേവിയെ ഉപാസിക്കാൻ പൊതുവെ നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല ദിവസം ചൊവ്വയും വെള്ളിയുമാണെന്നാണ് പറയുന്നത്. ദേവിയെ ഉപാസിക്കാൻ അത്യുത്തമമാണ് ചൊവ്വയും വെള്ളിയും. അതിൽ തന്നെ പ്രത്യേകിച്ച് ദുർഗാദേവിയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ച അത്യുത്തമമാണ്. അത് 6 കൈകളുള്ള രൂപമുണ്ട് ദുർഗയുടേത്, 8 കൈകളുള്ള രൂപമുണ്ട്, 10 കൈകളുള്ള രൂപമുണ്ട്, പിന്നെ 12 കൈകളുള്ള രൂപം, 16 കൈ, 18 കൈയുള്ള രൂപം. ഈ ഏത് രൂപത്തെയും ഉപാസിക്കാൻ വളരെ നല്ലതാണ് ചൊവ്വാഴ്ച. അപ്പൊ ദുർഗയെ പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹമുള്ളവര് ചൊവ്വാഴ്ച ദിവസം വേണം. അവർക്ക് വെള്ളിയാഴ്ചയേക്കാൾ നല്ലത് ചൊവ്വയാണ്. അതേ കണക്ക് തന്നെ ഭുവനേശ്വരി ദേവി, വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവിയാണ് ഭുവനേശ്വരി ദേവി എന്ന് പറയുന്നത്. ഭുവനേശ്വരി ദേവിയെ പൂജിക്കാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം ഭുവനേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉപപ്രതിഷ്ഠ, ഇപ്പൊ കൊല്ലത്താണെങ്കിൽ തിരുമുല്ലാവാരം അമ്പലത്തില് ഭുവനേശ്വരി അമ്മ ഉപപ്രതിഷ്ഠയായിട്ടിരിപ്പുണ്ട്. പ്രധാന പ്രതിഷ്ഠ ഉള്ളിടത്തോ ഉപപ്രതിഷ്ഠ ഉള്ളിടത്തോ പോയി പൂജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേ കണക്ക് കാളി ദേവിയാണ് നിങ്ങൾക്ക് പ്രീതിപ്പെടുത്തേണ്ടതെങ്കിൽ ശനിയാഴ്ച ദിവസം വേണം പോകേണ്ടത്. കാളിക്ക് ഏറ്റവും കൂടുതൽ ശക്തി വരുന്ന ദിവസം ശനിയാഴ്ചയാണ്. അപ്പൊ നിങ്ങൾ കാളി ക്ഷേത്രത്തിൽ ശനിയാഴ്ച പോകാൻ നിങ്ങൾ ശ്രമിക്കുക. കാളി ഭക്തവത്സലയാണ്. പിന്നെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനും ധനധാന്യ സമ്പത്തുകൾ നൽകുന്നതിനും എല്ലാത്തിനും കാളി നല്ലതാണ്. രാത്രി സമയത്ത് സ്വന്തം ഭക്തരുടെ സംരക്ഷണത്തിന് വേണ്ടി രാത്രി റോന്തു ചുറ്റുന്ന ദേവി ഒരെണ്ണമേ ഉള്ളൂ, അത് കാളി ദേവിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ത്രിപുരസുന്ദരി ദേവിയെ പ്രാർത്ഥിക്കുന്നവരും ഉപാസിക്കുന്നവരും ത്രിപുരസുന്ദരി ദേവിയുടെ ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം പോകണം. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇതനുസരിച്ച് ദേവിയെ ഉപാസിക്കുക. ദേവിയെ ഉപാസിച്ചാൽ അത്യധികം ഫലപ്രദമാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക.